നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വോട്ട് ബാങ്ക് നിറയ്ക്കാൻ ഭാരതരത്ന ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണം ഉയരുന്നു. നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് സീതാറാം യെച്ചൂരി പറയുന്നത്. വോട്ട് ബാങ്ക് നിറയ്ക്കാൻ ഭാരതരത്ന പോലെയുള്ള പരമോന്നത ബഹുമതികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകിയപ്പോൾ നിതീഷ് കുമാർ BJP-യിലെത്തി. ചരൺ സിംഗിന് പുരസ്കാരം നൽകി കൊച്ചുമകൻ ജയന്ത് സിംഗിന്റെ RLDയെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു. കർഷക പ്രക്ഷോഭത്തിൽ പങ്കാളികളായ കർഷകരെ സന്തോഷിപ്പിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് MS സ്വാമിനാഥന് അവാർഡ് നൽകിയത്. ഹിന്ദുത്വവാദം RSSന്റെയും BJP-യുടെയും രാഷ്ട്രീയ പദ്ധതി മാത്രമാണ്. അതുകൊണ്ട് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ രാജ്യത്തിന്റെ നാഴികക്കല്ലല്ല. അതിനു മുമ്പും പിമ്പുമുള്ള ഇന്ത്യ സമാനവുമാണ്. കുറ്റം തെളിയുന്നതുവരെ നിരപരാധിയായി തുടരാൻ എല്ലാവർക്കും അവകാശമുണ്ടെങ്കിലും ഇപ്പോഴത് നിരപരാധിയാണെന്ന് തെളിയിക്കും വരെ കുറ്റക്കാരനാകുന്ന സ്ഥിതിയായി. പരമോന്നത കോടതിയുടെ വിധികൾ ആ നിലവാരത്തിലൊത്ത് ഉയരുന്നുണ്ടോ എന്നത് ചർച്ച ചെയ്യണം. ചീഫ് ജസ്റ്റിസിനോടും ജഡ്ജിമാരോടും അത് അഭ്യർത്ഥിക്കാനേ കഴിയൂ. BJP ഇതര സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ ജനാധിപത്യ അധികാര പരിധി വിട്ടാണ് പ്രവർത്തിക്കുന്നത്. BJP-യെയും നരേന്ദ്രമോദിയെയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി വേണം മാറ്റം ആരംഭിക്കാനെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. ഏതായാലും സീതാറാം യെച്ചൂരി ഡൽഹിയിലെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പഞ്ചായത്തിലെങ്കിലും മത്സരിക്കണം എന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയും കാലം നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ നടന്ന യെച്ചൂരിയും കൂട്ടരും ഡൽഹിയിൽ ഏതെങ്കിലും ഒരു സീറ്റ് പിടിച്ചടക്കുകയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ഒന്ന് മത്സരിക്കുകയോ ചെയ്യണം. കഴിഞ്ഞ കുറച്ച് നാളുകളായി മോദി പേടിയിലാണ് യെച്ചൂരി അടക്കമുള്ളവർ. എന്ത് ചെയ്താലും അതെല്ലാം ചെയ്തത് ഹിന്ദുത്വ രാഷ്ട്രവാദത്തിനാണെന്ന വാദമുയർത്തുന്നു. MS സ്വാമിനാഥൻ ആരാണെന്ന് അറിയാത്തതല്ല. MS സ്വാമിനാഥനെ പോലെയുള്ള ഒരാൾക്ക് അത് അവാർഡ് നൽകുമ്പോൾ അതിനെപ്പോലും പരമോന്നത ബഹുമതി നൽകുമ്പോൾ അതിനെപ്പോലും ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും സീതാറാം യെച്ചൂരി അടുത്ത പ്രധാനമന്ത്രിയായി മത്സരിക്കാൻ ഒരുങ്ങുകയാണോ എന്ന സംശയം പോലും ഉണ്ട്. കാരണം സീതാറാം യെച്ചൂരി ഇപ്പോൾ പറയുന്നത് നരേന്ദ്രമോദിയെ തോൽപ്പിച്ചുകൊണ്ട് മാറ്റം ആരംഭിക്കണമെന്നാണ്. എന്നാൽ സീതാറാം യെച്ചൂരി ഒന്ന് മത്സരിച്ചു നോക്കൂ. സീതാറാം യെച്ചൂരി തന്നെ ആ മാറ്റത്തിന് തുടക്കമിടുമെന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ അങ്ങയോട് പറയുന്നത്.